ലിയോയ്ക്ക് വേണ്ടിയിട്ട് മെയ് മാസത്തിലെ ഒരു പുതിയ എനർജിയാണ് ഞാൻ കാണുന്നത്. ഈ പുതിയ എനർജി എന്താണ്, ഈ പുതിയ തുടക്കം എന്താണെന്ന് നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റീഡിംഗിൽ കാണാം. അപ്പോൾ ലിയോ, ഞാൻ ഇവിടെ കാണുന്നത് ഒരു വലിയ ഷിഫ്റ്റാണ് നിങ്ങളുടെ എനർജിയിൽ. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. അതല്ലാണ്ട് ഇത് ലിയോ സൺ സൈൻ, മൂൺ സൈൻ, എസെൻഡന്റ്, നക്ഷത്രം സൈൻസ് എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ ലിയോ, നിങ്ങളുടെ മെയ് മാസത്തിൻ്റെ ഓവറോൾ എനർജി ഞാൻ കാണുന്നത് 4 of Swords ആണ് ആദ്യത്തെ കാർഡ് വന്നിരിക്കണേ. 4 of Swords ഒരു ഹെൽത്തിൻ്റെ എനർജിയാണ്, ഒരു ബ്രേക്ക് എടുക്കണ എനർജിയാണ്. അപ്പോൾ മെയ് മാസത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങൾ സൂക്ഷിക്കാണ്ട്. മെൻ്റലി ഫിസിക്കലി കുറേ നിങ്ങൾ ടയേർഡായിരിക്കും, കുറേ വർക്കിൻ്റെ സ്ട്രെസ് കൊണ്ടായിരിക്കാം, അതല്ല വെച്ചാൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് കുറേ സ്ട്രെസ് ഉണ്ടാവാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടയേർഡായി ഫീൽ ചെയ്യണത്. അതല്ലാണ്ട് ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ സൂക്ഷിക്കണം. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, മെൻ്റൽ ഹെൽത്തും ഇതിലുണ്ട്. ഇതൊരു സെപ്പറേഷൻ്റെ എനർജിയും ആവാം. എന്ന് വെച്ചാൽ ഒരു പേഴ്സൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ഇവിടെ ഒരു സെൻസ് ഓഫ് റിജക്ഷൻ മാതിരി ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻഷിപ്പിൽ ഡിസപ്പോയിൻറ്റഡ് ആണ്. അതല്ല വെച്ചാൽ ഫിനാൻഷ്യലി കുറേ ചിലവ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, ഫിനാൻഷ്യൽ ലോസും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് കാര്യത്തിലും സൂക്ഷിക്കാണ്ട്, പൈസയുടെ കാര്യത്തിലും ആൻഡ് ഹെൽത്തിൻ്റെ കാര്യത്തിലും. 2 of Pentacles ആണ് നിങ്ങളുടെ മൂന്നാമത്തെ കാർഡ് ഓവറോൾ എനർജി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ 2 of Pentacles ഒരു ബിസി എനർജിയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ. നിങ്ങളുടെ ടൈം മാനേജ് ചെയ്യാൻ നോക്കണു, സമയം കിട്ടണില്ല. കരിയറിൽ കുറേ കാര്യങ്ങളുണ്ടാവുമ്പോൾ ഫാമിലിക്ക് സമയം കൊടുക്കാൻ പറ്റണില്ല, പേഴ്സണൽ ലൈഫിന് സമയമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കുറച്ചൊരു ബ്രേക്ക് എടുക്കുക ഇടയ്ക്ക്. എന്താ വെച്ചാൽ അത് ചിലപ്പോൾ ഈ വർക്ക് പ്രഷറുടെ കാരണം നിങ്ങൾക്ക് ഇമോഷണലി ഫിസിക്കലി കുറച്ച് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് നിങ്ങൾക്ക് 3 of Cups ആണ്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. ചാരിയറ്റ് ക്യാൻസർ എനർജിയാണ്. അപ്പോൾ ഇത് ആക്ച്വലി ട്രാവൽഡ് എനർജിയാണ്, മുമ്പോട്ട് പോകുന്ന എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കുറേ ട്രാവൽ കാണുന്നുണ്ട്. ഇത് സക്സസിൻ്റെ എനർജിയാണ്. അപ്പോൾ സക്സസ്സും കുറേ ഉണ്ടായിരുന്നു. കിങ് ഓഫ് സോഡ്സ് ഇവിടെ പ്രാക്ടിക്കൽ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ കരിയറിൽ എസ്പെഷ്യലി ഞാൻ കാണുന്നത് കുറേ സക്സസ്, കുറേ ഫോർവേഡ് മൂവ്മെൻറ്റ്, കുറേ നല്ല സമയമായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. കുറേ സെലിബ്രേഷൻ, ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങളുടെ കരിയർ സക്സസ് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണു. പക്ഷെ ഇമോഷണലി ഒരു ഡിറ്റാച്ച്ഡ് എനർജിയാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഉണ്ടായാലും ഇമോഷണലി നിങ്ങൾ അങ്ങനെ ഒരു കണക്റ്റഡ് ആയി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മേ ബി നിങ്ങൾ ഒരു പേഴ്സണെ മിസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേഴ്സൻ്റെ കൂടെ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം. അതല്ല വെച്ചാൽ ഒരു നോ കോണ്ടാക്റ്റ് ആവാം. ഞാൻ കാണുന്നത് നിങ്ങൾ കറണ്ട് എനർജിയിൽ ഈ പേഴ്സണെ കുറേ മിസ് ചെയ്യുന്നുണ്ട്. 5 of Cups, ചില റിഗ്രറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക്. അത് എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ആ ഓപ്പർച്യൂണിറ്റിയുടെ ഒന്നും ചെയ്തില്ല. അതല്ല വെച്ചാൽ എനിക്ക് എന്തെങ്കിലും വേറെ തരത്തിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യായിരുന്നു, എനിക്ക് വേറെ രീതിയിൽ ഇതിനെ ശരിയാക്കായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറേ പാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഓർത്തിട്ട് നിങ്ങൾ കുറേ അപ്സെറ്റ് ആവണു. കിങ് ഓഫ് കപ്സ് നിങ്ങൾ എസ്പെഷ്യലി മിസ് ചെയ്യണത് ഒരു വാട്ടർ സൈൻ ആവാം, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അതല്ല ചെയ്ത് നിങ്ങളുടെ തന്നെ എനർജി ആവാം. മെയ് മാസത്തിൽ ഞാൻ കാണുന്നത് നിങ്ങൾ ഫൈനലി ഒരു സ്റ്റെബിലിറ്റിയിലേക്കാണ് പറയണത്. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പേ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറച്ചൊരു ഇമോഷണലി ഡിസ്റ്റൻ്റ് ആയിരുന്നു. പക്ഷേ ഈ മാസം കുറച്ചുകൂടിയും നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് വരണു. നിങ്ങളുടെ ലൈഫിൽ സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. നിങ്ങൾ ഫൈനലി എന്തോ പാസ്റ്റിൻ്റെ കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു, അതിനൊക്കെ സോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കണു. നിങ്ങൾ പോവണത് ഒരു പീസ്ഫുൾ സമയത്തിലേക്കാണ് പറഞ്ഞ. ഒരു നിങ്ങളുടെ എനർജിയിൽ ഒരു പീസ്ഫുൾ സമയം വരാൻ പോണു. അപ്പോൾ ആദ്യം ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങൾ ഒരു ട്രാൻസിഷൻ ഫേസിലാണ്. ഓക്കെ, നിങ്ങൾ പാസ്റ്റിനെ എന്തോ വിട്ടിട്ട് മുമ്പോട്ടേക്ക് പോകാനുള്ള ഒരു എനർജിയിലാണ്. ആ മുമ്പോട്ട് പോകുമ്പോൾ
കുറച്ചുകൂടി ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ മെല്ലെ മെല്ലെ വരാൻ തുടങ്ങിയിരിക്കുന്നു. ഫ്യൂച്ചറിൽ ആദ്യത്തെ കാർഡ് ഞാൻ കാണുന്നത് 10 of Swords ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ആദ്യം ഞാൻ ഒരു എൻഡിങ് ആണ് കാണുന്നത്, ഒരു ബെട്രിയൽഡ് എനർജി, ഒരു ചതിച്ച പോലെ എനർജി. അത് ഉണ്ടായാലും ഞാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കവും കാണുന്നുണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. ഈ പുതിയ തുടക്കം വരുമ്പോൾ ഞാൻ കാണുന്നത് 2 ഓപ്പർച്യൂണിറ്റീസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. ഇപ്പോൾ ഈ 2 ഓപ്പർച്യൂണിറ്റീസ്, ഒന്ന് കരിയറും ഒന്ന് പേഴ്സണൽ ലൈഫായിരിക്കാം. അതല്ല വെച്ചാൽ രണ്ടും പേഴ്സണൽ ലൈഫിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആവാം, അതല്ല വെച്ചാൽ കരിയറിൽ ഓപ്പർച്യൂണിറ്റി ആവാം. എന്തായാലും ഞാൻ കാണുന്നുണ്ട് അത് 2 ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും വലിയ ചാലഞ്ച് എന്താ വെച്ചാൽ പേജ് ഓഫ് സോഡ്സ് ഈ മാസം നിങ്ങളെ എന്തോ ഫൈൻഡ് ഔട്ട് ചെയ്യണു. ഓക്കെ, നിങ്ങൾക്ക് എന്തോ ഒരു റെവലേഷൻ ഉണ്ടാവണു, ഒരു പേഴ്സണെ കുറിച്ച് നിങ്ങൾക്ക് എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടണു. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കുറച്ചൊരു വിഷമം ഉണ്ടാവും. ഓക്കെ, അതിനെ ഹാൻഡിൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുണ്ടാവില്ല എന്താ ചെയ്യണ്ടേന്ന്. ഇപ്പോൾ ഈ ഇൻഫർമേഷൻ എന്താ വെച്ചാൽ അത് എക്സാക്ട്ലി ഒരു പേഴ്സണൽ റീഡിങ് അല്ലാത്തതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ എല്ലാവർക്കും ഒരു ഇൻഫർമേഷൻ തന്നെ വരും എന്ന് പറയാൻ പറ്റില്ല. ചിലവർക്ക് ഇത് ഒരു പേഴ്സണൽ ലൈഫ് ഇൻഫർമേഷൻ ആവാം, ചിലവർക്ക് ഞാൻ പറഞ്ഞ മാതിരി ഹെൽത്തിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞു, അതിൻ്റെ എന്തോ ഒരു വിഷമം, അങ്ങനത്തെയും ആവാം. പക്ഷേ എന്തായാലും പേടിക്കാനൊന്നുമില്ല. ഓക്കെ, ഹെൽത്തിൻ്റെ ഇഷ്യൂവും അത് സോൾവ് ചെയ്യണ ഇഷ്യൂ ആണ്. പക്ഷേ ആ ഇൻഫർമേഷൻ സഡൻലി കിട്ടുമ്പോൾ എല്ലാവർക്കും കുറച്ചൊരു എന്താ പറയുക, ഒരു പേടി വരും. പക്ഷെ അത് അങ്ങനെ ഒരു പേടിക്കാനുള്ള ഒരു കാര്യമല്ല. ഞാൻ കാണുന്നത് അഡ്വൈസ് ഇവിടെ വരണത്, നിങ്ങളോട് യൂണിവേഴ്സ് പറയണേ നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് എടുക്കാമെന്നാണ്. ഓക്കെ, എസ്പെഷ്യലി മെയ് മാസത്തിൽ നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് എടുത്തിട്ട് മുമ്പോട്ടേക്ക് പോവാൻ. ഞാൻ കാണുന്നത് കുറേ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ ആ സ്റ്റെബിലിറ്റി വരുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ ഹെൽപ്പ് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് ഈ സ്റ്റെബിലിറ്റി വരാൻ പോണത്. അപ്പോൾ ഫാമിലി ഹെൽപ്പ് എടുക്കുക. ഞാൻ കാണുന്ന ഫിനാൻഷ്യലി നല്ല സമയമാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാലും നിങ്ങൾ അതിനെ റിക്കവർ ചെയ്യും. പക്ഷേ ഇതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ്. അത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഹെൽത്ത് ആയിരിക്കാം, അതല്ല റിലേഷൻഷിപ്പിലാവാം, ഫാമിലി ഹെൽപ്പ് എപ്പോഴും നിങ്ങൾക്കുണ്ട്, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് എപ്പോഴും നിങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുടെ ഹെൽപ്പും സപ്പോർട്ടും എടുക്കുക. ഞാൻ കാണുന്നത് ഇവിടെ നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ 7 of Swords ആണ്. അപ്പോൾ എന്തോ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ഇഗ്നോർ ആണ് ചെയ്യണത്. 7 of Swords സാബോട്ടാജ് എനർജിയാണ്. നിങ്ങളുടെ ലൈഫിൽ എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾക്കിത് അറിയുണ്ടാവില്ല. അതല്ല വെച്ചാൽ അറിഞ്ഞിട്ടും നിങ്ങൾ ഈ സിറ്റുവേഷനിൽ ഒരു ആക്ഷൻ എടുക്കാത്തതുകൊണ്ട് ഇത് സാബോട്ടാജ് എനർജി വരുന്നുണ്ട്. സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഇത് നിങ്ങളുടെ എന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൻ്റെ എന്തെങ്കിലും ആവാം, അതല്ല വെച്ചാൽ കരിയറിൽ എന്തെങ്കിലും ആവാം. എന്തോ നടക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൻ്റെ ഇൻറ്റ്യൂഷൻ ഉണ്ട്, പക്ഷേ അത് ഉണ്ടായിട്ടും നിങ്ങളൊന്നും ഒരു ആക്ഷൻ എടുക്കാത്ത പോലെ ഒരു എനർജി കാണാണ്ട്. ഇപ്പോൾ ഈ ചിലവർക്ക് ഇത് നിങ്ങളുടെ ഫാമിലിയിൽ എന്തോ നടക്കുന്നുണ്ട്, ഫാമിലി എന്തോ നിങ്ങളോട് പറയണില്ല, എന്തോ മറച്ചു വെക്കണു, ഫാമിലിയിൽ ആരോ നിങ്ങളോട് എന്തോ മറച്ചു വെക്കണു, അങ്ങനെയും ആവാം. പാർട്ട്ണർ, നിങ്ങളുടെ റൊമാൻറ്റിക് പാർട്ട്ണർ എന്തോ നിങ്ങളോട് മറച്ചു വെക്കണോ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനും ആവാം. പക്ഷേ എന്തായാലും അത് റിവീലാവും. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി അത് അറിയുണ്ടാവും എന്താണെന്ന്, ഒരു ഹിൻറ്റ് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അതുമാതിരി തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ, ഓക്കെ, ഹെൽത്ത് ഇവിടെ വന്നു, അതുകൊണ്ടാണ് ഞാൻ പറയണേ. ഹെൽത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായാലും നിങ്ങൾ ഡോക്ടറിനെ പോയി കാണുന്നില്ല, അതിനെ ഇഗ്നോർ ചെയ്യണു, അതും ഒരു സാബോട്ടാജ് ആവാം. അപ്പം ഹെൽത്തും ഈ പ്രശ്നം എന്താ വെച്ചാൽ അതിനെ ഇഗ്നോർ ചെയ്യരുതെന്നാണ് യൂണിവേഴ്സ് പറയണേ. നിങ്ങളുടെ ഔട്ട്കം നല്ലതാണ്. 4 of Wands കുറേ സ്റ്റെബിലിറ്റിയുടെ എനർജിയാണ്, ഒരു ഗുഡ് ന്യൂസ് വരണ എനർജിയാണ്, കുറേ പാഷൻ്റെ എനർജി ഉണ്ട്. നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു പുതിയ തുടക്കം, ഞാൻ പറഞ്ഞ മാതിരി ഫ്യൂച്ചറിൽ ആ പുതിയ തുടക്കം ഞാൻ ഇവിടെയും കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ എനർജിയിൽ കുറേ ഹീലിംഗ് എനർജീസ് ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തെങ്കിലും ഇഷ്യൂസ്
ഉണ്ടായാലും നിങ്ങൾ അതിനെ റിക്കവർ ചെയ്യും. ഫിനാൻഷ്യൽ ഇഷ്യൂ ആയാലും ഹെൽത്ത് ആയാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാത്തിലും നിങ്ങളുടെ ഒരു റിക്കവറി ഫേസ് ഉണ്ട്. അപ്പോൾ ഇതൊരു പോസിറ്റീവ് മെസ്സേജ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഔട്ട്കം നിങ്ങൾക്ക് കിട്ടിയാണ് റൊമാൻസ് ആണ്. അപ്പോൾ റൊമാൻറ്റിക് ലൈഫിലായിരിക്കും കുറേയൊക്കെ ചേഞ്ചസ് വരുന്നുണ്ടാവുക ആൻഡ് ഇംപ്രൂവിങ് ഹെൽത്ത്. അപ്പോൾ ഹെൽത്തും റൊമാൻസ് ആണ് നിങ്ങളുടെ ഫോക്കസ് ഉണ്ടാവുക മെയ് മാസത്തിൽ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇവിടെ സയൻസ് ഞാൻ കാണുന്നത് വാട്ടർ സയൻസ് ഉണ്ട്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, എക്വേറിയസ് ഉണ്ട്, ലിയോ ഉണ്ട്, ഏരീസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, പൈസീസ്, കാൻസർ, സ്കോർപ്പിയോ ഈ 2 എലിമെൻറ്റ്സ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. നിങ്ങൾക്ക് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.